നമസ്കാരം, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ദേവി. നമുക്ക് നെറ്റ് മലയാളം സിലബസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് PYQs പരിചയപ്പെടാം. നമുക്കറിയാം, PYQസിന്റെ പഠിത്തത്തിലൂടെയാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ നെറ്റ് എന്നുള്ള സ്വപ്നം കൈവരിക്കാൻ കഴിയുന്നത്, അല്ലെ? അപ്പം കഴിഞ്ഞ നെറ്റ് എക്സാമിന് പോലും ആവർത്തിച്ചു വന്നതൊക്കെ ഡയറക്റ്റ് ആയിട്ട് PYQയിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊന്ന് പഠിച്ചിട്ട് പോയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നെറ്റ് നേടിയെടുക്കാൻ പറ്റും. ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പഠിച്ച് നെറ്റും JRFും നേടിയവരുടെ ഫോട്ടോസ് ആണ്. അപ്പൊ അടുത്ത നെറ്റ് പരീക്ഷ കഴിയുമ്പോൾ ഇതില് ഒരാളായിട്ട് ഇടം പിടിക്കാൻ നിങ്ങൾക്കും കഴിയട്ടെ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ കറക്റ്റ് 6 മാസം കൊണ്ട് എങ്ങനെ നെറ്റ് നേടിയെടുക്കാമെന്നുള്ളത് പ്ലാൻ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് കുറച്ച് PYQ ഡിസ്കസ് ചെയ്യുകയാണ്. കവിത, ആട്ടക്കഥ തുടങ്ങിയ ടോപ്പിക്കുകളിൽ നിന്നും കഴിഞ്ഞ നെറ്റ് എക്സാമിന് വന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒക്കെ ഒന്ന് നോക്കിയാലോ? ആദ്യത്തെ ചോദ്യം നോക്കിയേ. ശ്രീകൃഷ്ണ കഥയെ ഉപജീവിച്ചു രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കാവ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ചോദ്യം ഒന്ന് വായിച്ച് നോക്കി അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. കാര്യം പെട്ടെന്ന് നമുക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്ന ഉത്തരമായിരിക്കില്ല കിട്ടുന്നത്. കാര്യം ഇവിടെ ശ്രീകൃഷ്ണ കഥയെ ഉപജീവിച്ച് രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ, അവിടെ രണ്ടും ഉണ്ട്, ആദ്യത്തേതുമാണ് സമ്പൂർണമായിട്ടുള്ളതുമായ മണിപ്രവാള കാവ്യമല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മാറിപ്പോവരുത്. അപ്പം ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കാവ്യം എന്ത്? ശ്രീകൃഷ്ണ ചരിതത്തെ ശ്രീകൃഷ്ണ കഥയെ ഉപജീവിച്ച് രചിച്ചത് ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. A. ശ്രീകൃഷ്ണ കർണാമൃതം, B. കൃഷ്ണഗാഥ, C. ജ്ഞാനപ്പാന, D. ശ്രീകൃഷ്ണ വിലാസം. ഈ 4 എണ്ണത്തില് ശ്രീകൃഷ്ണ കഥയെ ഉപജീവിച്ച് രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കാവ്യം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷനില് കറക്റ്റ് ഉത്തരം നോക്കാം. ശ്രീകൃഷ്ണ കർണാമൃതമാണ് ശരിയായ ഉത്തരം. ഓക്കെ, ശ്രീകൃഷ്ണ കർണാമൃതമാണ്. കൃഷ്ണഗാഥയല്ല, ജ്ഞാനപ്പാനയല്ല, ശ്രീകൃഷ്ണ വിലാസമല്ല, മറിച്ച് ഏതാണ്? ശ്രീകൃഷ്ണ കർണാമൃതം എന്നുള്ളതാണ് ശ്രീകൃഷ്ണ കഥയെ ആസ്പദമാക്കി രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കാവ്യം. ഏതാണ്? ശ്രീകൃഷ്ണ കർണാമൃതം. അടുത്ത ചോദ്യം നോക്കി. പൂന്താനത്തിന്റെ രചനകളുടെ ശരിയായ ഗണം തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പൂന്താനത്തിന്റെ രചനകളും ഉണ്ട്, അല്ലാത്തവയും ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? പൂന്താനത്തിന്റെ മാത്രം കൃതികളാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം? പൂന്താനത്തിന്റെ കൃതികൾ പ്രധാനം പഠിക്കണ്ടേ? അപ്പൊ അത്തരത്തിൽ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോ തന്നെ നമ്മൾ പഠിത്തത്തെ ക്രമീകരിക്കണം. ഏത് രീതിയില്? ഓക്കെ, കഴിഞ്ഞ ചോദ്യത്തില് പൂന്താനത്തെ കുറിച്ച് വന്നു. അതിൽ എന്താണ് ചോദിച്ചത്? പൂന്താനത്തിന്റെ കൃതികളെ തെരഞ്ഞെടുക്കാനാണ്. അതിന്റെ അർത്ഥം ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നത് നെറ്റ് പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണമെന്നാ? പൂന്താനത്തിന്റെ കൃതികളുടെ പേരുകൾ അറിഞ്ഞിരിക്കണം, പ്രത്യേകതകളും കൃതികളും ഒക്കെ അറിഞ്ഞിരിക്കണമെന്നാണ്. ഇവിടെ നോക്കിക്കേ. A. ജ്ഞാനപ്പാന, B. പാർത്ഥസാരഥി സ്തവം, C. ഘനസംഗം, D. ഗണേശസ്തുതി, E. ദേവി മാഹാത്മ്യം. ഇതിൽ നിന്നും ശരിയായ ഉത്തരം തെരഞ്ഞെടുക്കാനായിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Aയും Bയും Cയും ആണോ? Bയും Cയും Dയും ആണോ? Cയും Dയും Eയും ആണോ? A, C, E എന്നിവയാണോ എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഏകദേശം നമുക്ക് ഒരു കാര്യം ഉറപ്പാണല്ലേ. പൂന്താനം എന്ന് കേട്ടാൽ ജ്ഞാനപ്പാന പൂന്താനത്തിന്റെ കൃതിയാണെന്ന് അറിയാത്ത മലയാളികൾ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം പൂന്താനത്തിന്റെയാണ് ജ്ഞാനപ്പാന എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, അല്ലെ? അപ്പം ഇവിടെ A വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ, 1ഉം 4ഉം. എല്ലായ്പ്പോഴും ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല. ചിലപ്പം A വരുന്നതായിരിക്കും 4 ഓപ്ഷനും. അപ്പൊ പിന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, അല്ലെ? ബാക്കിയുള്ള കൃതികൾ നമ്മൾ കറക്റ്റ് അറിയേണ്ടി വരും. ഇവിടെ ഭാഗ്യത്തിന് 2 ഓപ്ഷനിലെ A ഉള്ളൂ. അപ്പൊ അത് തന്നെ ആയിരിക്കും ഉത്തരത്തിലും വരുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. കാര്യം ജ്ഞാനപ്പാന പൂന്താനത്തിന്റെ ആണെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ബാക്കി കൃതികളൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഉത്തരം ഏതാണ്? 1ആണ്. Aയും Bയും Cയും ആണ്. ജ്ഞാനപ്പാനയുണ്ട്. അതുപോലെ തന്നെ ഏതാണ്? B, പാർത്ഥസാരഥി സ്തവം വരുന്നുണ്ട്. C, ഘനസംഗം വരുന്നുണ്ട്. ഗണേശസ്തുതിയും ദേവി മാഹാത്മ്യവും മാത്രമാണ് ഇതിൽ ഉൾപ്പെടാത്തത്. അപ്പൊ ഉത്തരമായിട്ട് Aയും Bയും Cയും ഉള്ള ഗണമാണ് പൂന്താനത്തിന്റെ കൃതികളുടെ ശരിയായിട്ടുള്ള ഗണമായിട്ട് വരുന്നത്. അത് ഏതൊക്കെയാണ്? ജ്ഞാനപ്പാന, പാർത്ഥസാരഥി സ്തവം, ഘനസംഗം. ഒന്നുകൂടെ ആവർത്തിക്കാം. ജ്ഞാനപ്പാന,
പാർത്ഥസാരഥി സ്തവം, അതുപോലെ ഘനസംഘം എന്നീ 3 കൃതികളുടെ ഗണമാണ് പൂന്താനം രചിച്ച കൃതികളുടെ ശരിയായ ഗണമായിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ക്ലാസ്സുകളിലൊക്കെ പൂന്താനത്തിന്റെ കൃതികളുടെ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള പേരുകളും പ്രത്യേകതകളും ഒക്കെ പറയാറുണ്ട്. അപ്പൊ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. അടുത്തൊരു ചോദ്യം, പ്രസിദ്ധീകരണ വർഷം അനുസരിച്ച് താഴെ കൊടുത്ത കാവ്യങ്ങളുടെ പൂർവാപരക്രമം. ഇത് കഴിഞ്ഞതിന് മുമ്പ് വരെയുള്ള നെറ്റ് പരീക്ഷയിൽ ഒരു ട്രെൻഡ് ആയിട്ട് മാറിയിട്ടുള്ള ചോദ്യമാണ്. പൂർവാപരക്രമം എഴുതുക, കാലക്രമം അനുസരിച്ച് കൃതികളെയും ഒക്കെ എഴുതുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കാലക്രമത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിച്ചു. കഴിഞ്ഞ എക്സാമിന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അധികം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഇനിയുള്ള എക്സാമിന് ഏതാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളെല്ലാം പഠിച്ച് റെഡിയായി തയ്യാറായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കേ, എ ജാതിലക്ഷണം, ബി മലയവിലാസം, സി ബധിരവിലാപം, ഡി പ്രിയവിലാപം, ഈ വിശ്വരൂപം. ഇതില് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ പറയുന്നു. ഗണങ്ങളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ജാതിലക്ഷണം നമുക്കറിയാം. ജാതിലക്ഷണവും മലയവിലാസവും ഒക്കെ ആദ്യകാല കാവ്യങ്ങളുമായിട്ടും കവിതകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന അല്ലെ. മലയവിലാസം പ്രീ റൊമാൻറ്റിക് കവിതയായിട്ടൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുന്ന കൃതികളാണ്. ബധിരവിലാപം അല്ലെ, അതുപോലെ പ്രിയവിലാപം, വിശ്വരൂപം, ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന കൃതികളാണ്. ഇതിന്റെ ശരിയായ ഉത്തരം ഏതാണ് വരുന്നതെന്ന് നോക്കിക്കേ. ആദ്യം വരുന്നത് ഏതാണ്? മലയവിലാസം എന്നുള്ള ARന്റെ കൃതിയാണ് അല്ലെ. മലയവിലാസമാണ് ആദ്യമായിട്ട് വരുന്ന. ബി എന്നുള്ളതാണ്. ഡി പ്രിയവിലാപം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്നത്. ഈ വിശ്വരൂപം എന്നുള്ള പ്രധാനപ്പെട്ട കാവ്യമാണ് മൂന്നാമതായിട്ട് ഈ കൊടുത്തിരിക്കുന്നതിൽ കാലക്രമം അനുസരിച്ച് മൂന്നാമതായിട്ട് വരുന്നത്. സി ബധിരവിലാപം എന്നുള്ള കാവ്യം നാലാമത് വരുന്നു. അതുപോലെ എ ജാതിലക്ഷണമാണ് ഉള്ളതില് അഞ്ചാമതായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് മലയവിലാസമാണ്, അത് കഴിഞ്ഞ് പ്രിയവിലാപമാണ് വരുന്നത്. ഈ വിശ്വരൂപമാണ് മൂന്നാമതായിട്ട് വരുന്നത്. ബധിരവിലാപം നാലാമതായിട്ട് വരുന്നു. എ ജാതിലക്ഷണമാണ്. അപ്പൊ ഇത് ഇവിടെ തന്നിരിക്കുന്ന കൃതികളുടെ പൂർവാപരക്രമമാണ്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. ഇടയ്ക്ക് മറ്റു കൃതികളിലൂടെ കടന്നു വന്നാൽ അത് മാറും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആശാൻ, വള്ളത്തോൾ, ഉള്ളൂർ തുടങ്ങിയ പ്രധാന കൃതികളുടെ ഒക്കെ പൂർവാപരക്രമവും അറിഞ്ഞിരിക്കുക. അതുപോലെ മലയാള കവിതകളില് പ്രധാനമായിട്ടുള്ള കവിതകളുടെ ഒക്കെ പൂർവാപരക്രമം കവിത ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. കവിതയും കവയത്രിയും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കവിതയും കവയത്രിയും ചേരുംപടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പുതിയ കാല കവികളെയും ചോദിക്കാറുണ്ട് അല്ലെ. നമ്മൾ കവിത പഠിക്കുമ്പോൾ പ്രാചീനം തൊട്ട് നമ്മൾ രാമചരിതവും മണിപ്രവാള കാവ്യങ്ങളും തൊട്ട് ഇന്നത്തെ സമകാലീന കവിതകള്, സൈബർ കവിതകൾ വരെയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില സ്ത്രീപക്ഷ കവികളുടെ കവിതകളാണ് അല്ലെ. അതായത് സ്ത്രീ പ്രമേയമായിട്ട് വരുന്ന കവിതകള് ആണ് ഇവിടെ തന്നേക്കുന്നത്. അത് ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് നോക്കിയാലോ. അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല എന്നുള്ളത് തന്നിട്ടുണ്ട്. അതൊരു കവിതയുടെ പേരാണ്. ഇരിക്കപ്പൊറുതി എന്ന മറ്റൊരു കവിത, പെൺപിറവി മറ്റൊരു കവിതയാണ്, മുറ്റമടിക്കുമ്പോൾ എന്നുള്ള കവിതയും തന്നിട്ടുണ്ട്. ഇവിടെ പട്ടിക 1 പട്ടിക 2 പട്ടിക 2 കേട്ടോ. ഇവിടെ പട്ടിക 2 അവിടെ 4 കവയത്രികളുടെ പേര് തന്നിട്ടുണ്ട്. അമ്മുദീപ, അനിത തമ്പി, വിജില ചിറപ്പാട്, അതുപോലെ ഗിരിജ പാതേക്കര. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഒക്കെ മറ്റു കവിതകളുടെ പേരും എന്താണ്? പ്രധാനമാണ്. അതുകൊണ്ട് എന്താ? പഠിച്ചിരിക്കണം. അപ്പൊ ഇതിന്റെ ഉത്തരത്തിലേക്ക് നോക്കിയാലോ. ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? നാലാമത്തെ ഓപ്ഷൻ ആണ്. A3, B1, C4, D2 എന്നുള്ള ഓപ്ഷൻ ആണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. അതായത് അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല എന്നുള്ളത് ആരുടെ കവിതയാണ്? വിജില ചിറപ്പാടിന്റെ വളരെ പ്രശസ്തമായ, നമുക്ക് സിലബസിലൊക്കെ ഉള്ള കവിതയാണ്. വിജില ചിറപ്പാട് എന്നുള്ള കവയത്രിയുടെ പ്രശസ്തമായ ഒരു കവിതയാണ് എന്ത്? അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഏതാണ്? B1 ആണ് കാണിച്ചിരിക്കുന്നത്. ഇരിക്കപ്പൊറുതി ആരുടെയാന്ന് നമുക്കറിയാം. അമ്മുദീപ എന്നുള്ള എഴുത്തുകാരിയുടെയാണ് ഇരിക്കപ്പൊറുതി എന്നുള്ള കവിത. അതുപോലെ തന്നെ പെൺപിറവി എന്നുള്ള കവിത ആരുടേതാണ്? ഗിരിജ പാതേക്കരയുടെയാണ്. ഗിരിജ പാതേക്കരയാണ് പെൺപിറവി എന്നുള്ള കവിത എഴുതിയത്. മുറ്റമടിക്കുമ്പോൾ എന്നുള്ളത് അനിത തമ്പിയുടെ വളരെ പ്രശസ്തമായ കവിതയാണ്.
അപ്പോ അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല എന്നുള്ള പ്രധാനപ്പെട്ട കവിത എഴുതിയത് ആരാണ്? വിജില ചിറപ്പാട്. ഇരിക്കപ്പൊറുതി എന്നുള്ള കവിത എഴുതിയത് ആരാണ്? അമ്മുദീപ. പെൺപിറവി എന്നുള്ള കവിത എഴുതിയത് ഗിരിജ പാതേക്കര. അതുപോലെ മുറ്റമടിക്കുമ്പോൾ എന്നുള്ള കവിത എഴുതിയത് അനിത തമ്പി. ഇതാണ് ശരിയായ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, വിജില ചിറപ്പാട് എന്നുള്ള കവിയത്രിയെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത് അടുക്കളയില്ലാത്ത വീട്, അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല, പകർത്തി എഴുത്ത്, വെറുതെ എന്നൊന്നില്ല. ഇതൊക്കെയാണ് പ്രധാന കൃതികള്. ഏതൊക്കെയാണ്? അടുക്കളയില്ലാത്ത വീട്, അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല, പകർത്തി എഴുത്ത്, വെറുതെ എന്നൊന്നില്ല. ഇതൊക്കെയാണ് വിജില ചിറപ്പാട് എന്നുള്ള കവയത്രിയുടെ വളരെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് വരുന്നത്. ഇനി അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല എന്നുള്ള കവിത തുടങ്ങുന്നത് അതിരാവിലെ കവിത പാതി എഴുതി ഉറക്കം തൂങ്ങുമ്പോൾ അമ്മ പലതും പറയുന്നത് കേൾക്കാം, ചെറുപ്പക്കാരികൾ ആർഭാടത്തികൾ ബസ്സിൽ തിക്കിത്തിരക്കി വന്ന ആണുങ്ങളോട് വലിയ വഴക്കിട്ടു. ഇതാണ് ആ കവിതയുടെ തുടക്കം. നിങ്ങൾക്കറിയാം അല്ലെ, ചില വരികള് അല്ലെങ്കിൽ നോവലുകളുടെ ഭാഗമൊക്കെ തരാറുണ്ട്. ചേരുംപടി ചേർക്കാൻ പറഞ്ഞ വരികളും അപ്പുറത്ത് എഴുതിയ ആളെയും ചോദിക്കാറുണ്ട് അല്ലെ, ചേരുംപടി ചേർക്കാം. അപ്പൊ പ്രധാനപ്പെട്ട കവിതകളും വരികളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. അപ്പൊ ഇവിടെ അതിരാവിലെ കവിത പാതി എഴുതി ഉറക്കം തൂങ്ങുമ്പോൾ അമ്മ പലതും പറയുന്നതു കേൾക്കാം, ചെറുപ്പക്കാരികൾ ആർഭാടത്തികൾ ബസ്സിൽ തിക്കിത്തിരക്കി വന്ന ആണുങ്ങളോട് വലിയ വഴക്കിട്ടു എന്നുള്ളത് അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല എന്നുള്ള വിജില ചിറപ്പാടിന്റെ കവിതയുടെ തുടക്കമാണ്. ഇനി അടുത്തത് മുറ്റമടിക്കുമ്പോൾ അനിത തമ്പി എന്നുള്ള കവിത. അനിത തമ്പിയുടെ മുറ്റമടിക്കുമ്പോൾ എന്നുള്ള കവിത റിപ്പീറ്റ് ചെയ്ത് തന്നെ നെറ്റ് പരീക്ഷയ്ക്ക് പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക. മുറ്റമടിക്കുമ്പോൾ എന്നുള്ള കവിത എഴുതിയത് അനിത തമ്പിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെയോ ആ കവിതയുടെ ഉള്ളടക്കം കൂടി അറിയണം അല്ലെ. അതിന്റെ വരികൾ നോക്കിക്കേ. തുടങ്ങുന്നതാണ് കണ്ണുപൂട്ടി ഉറങ്ങുന്ന വീടിൻ മൺകുരിപ്പുകൾ പൊങ്ങിയ മുറ്റം, ചൂലുകൊണ്ടടിച്ചോർമ്മയാക്കുമ്പോൾ രാവിലെ നടുവേദനിക്കുന്നു. സ്ത്രീപക്ഷ ആശയം വരുന്ന കവിതയാണ്. കണ്ണുപൂട്ടി ഉറങ്ങുന്ന വീടിൻ മൺകുരിപ്പുകൾ പൊങ്ങിയ മുറ്റം, ചൂലുകൊണ്ടടിച്ചോർമ്മയാക്കുമ്പോൾ രാവിലെ നടുവേദനിക്കുന്നു എന്നാണ് ഈ കവിത തുടങ്ങുന്നത്. മുറ്റമടിക്കുമ്പോൾ അനിത തമ്പി. അനിത തമ്പിയുടെ മറ്റ് കവിതകൾ നോക്കിയേ. മുറ്റമടിക്കുമ്പോൾ അഴകില്ലാത്തവയെല്ലാം, ആലപ്പുഴ വെള്ളം, മുരിങ്ങ വാഴ കറിവേപ്പ്. മുരിങ്ങ വാഴ കറിവേപ്പ് വളരെ പ്രശസ്തമായ മറ്റൊരു കൃതിയാണ് കേട്ടോ. അപ്പൊ മുറ്റമടിക്കുമ്പോൾ അഴകില്ലാത്തവയെല്ലാം, ആലപ്പുഴ വെള്ളം, മുരിങ്ങ വാഴ കറിവേപ്പ് അനിത തമ്പിയുടെ പ്രധാന കൃതികളാണ്. ഇനി ഒരു ചോദ്യോടെ നോക്കാം നമുക്ക്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. വളരെ പ്രശസ്തമായ വരികളാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പാടിയ കവി ആര്? ഇവിടെ ഓപ്ഷനില് 4 പേര് തന്നിട്ടുണ്ട്. വയലാറ്, ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ONV കുറുപ്പ്. നമുക്ക് വരി കേൾക്കുമ്പോ തന്നെ അറിയാം അല്ലെ, ഒരു വിപ്ലവാത്മകത ഉയർത്തുന്ന വരിയാണ്. അതുകൊണ്ട് തന്നെ വിപ്ലവാത്മകമായിട്ട് എഴുതുന്ന കവികളെയാണ് ഓപ്ഷനിലും തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ തെറ്റിക്കാനൂടെയുള്ള ഇതാണ്. പക്ഷെ നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വരികളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ കവികളുടെയും വരികൾ എടുത്ത് പഠിക്കുക. ചെങ്ങമ്പുഴയുടെയും വയലാറിന്റെയും ONVയുടെയും വരികൾ മാത്രമല്ല, ONV കുറുപ്പ്, P ഭാസ്കരനൊക്കെ എത്തുമ്പോ എന്താ നമ്മൾ ഗാനങ്ങളെ കൂടെ മനസ്സിലാക്കണം. അങ്ങനെയും ചോദ്യം വരും അല്ലെ. അപ്പം ഗാനങ്ങളും പ്രധാനപ്പെട്ട വരികളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ ഉത്തരം ഏതാണ് വരുന്നത്? ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് അല്ലെ. നമുക്കറിയാം ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ നമ്മൾ എപ്പോഴും റൊമാൻറ്റിസൈസ് ചെയ്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ റൊമാൻറ്റിക് കാവ്യങ്ങളുടെ ഭാഗമായിട്ട് പഠിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ വാഴക്കുല പോലുള്ള കവിതകളില് വിപ്ലവത്തിന്റെ അംശവും തെളിഞ്ഞു കാണും അല്ലെ. അപ്പം ഇവിടെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പാടിയ കവി, എന്നെഴുതിയ കവി ആരാണ്? ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മറ്റൊരു വരിയാണ് എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ളൊരു ജീവിതം. എന്തോ ആയിക്കോട്ടെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നോട്ടെ, എന്ത് വന്നാലും എനിക്ക് എന്ത് ചെയ്യണം? ഈ ജീവിതം ആസ്വദിക്കണം. എങ്ങനെയുള്ള ജീവിതം? മുന്തിരിച്ചാറ് പോലെ മധുരമായ ഈ ജീവിതം എനിക്ക് ആസ്വദിക്കണം എന്ന് പറഞ്ഞത് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് അല്ലെ. അപ്പം ഏതൊരു പരീക്ഷയിൽ, നെറ്റിന്റെ പരീക്ഷ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ അല്ലാത്ത വരികൾ എഴുതാനായിട്ട്, അതുപോലെ തന്നെ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതായിട്ടുള്ള വരികൾ, ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. ഒരു 5 ഓപ്ഷൻ തന്നിട്ട് കുറച്ച് വരികൾ തരുന്നുണ്ട്. അതിൽ നിന്നും ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതല്ലാത്തതോ ആയതോ ആയ വരികൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്തറിയണം? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വരികൾ അറിയണ്ടേ. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം എന്തിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ, നെറ്റ് മലയാളം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ. നെറ്റ് അല്ലെങ്കിൽ JRF എന്നുള്ള ലക്ഷ്യം മലയാളത്തിൽ നേടിയെടുക്കണമെങ്കിൽ ഏറ്റവും ഉയർന്ന മാർക്കിൽ തന്നെ നമ്മൾ എത്തണം. അതിനായിട്ട് എന്ത് ചെയ്യണം?
ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നൽകി സിലബസ് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം അല്ലെ. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ വേണം. ഇവിടെ CC-യില് കൃത്യമായ സ്റ്റഡി പ്ലാനുകളും സിലബസ് ഓറിയന്റഡ് എക്സാംസും മെന്റർഷിപ്പും ഒക്കെ ആയിട്ട് ഒരു ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെ എങ്ങനെ സമയം ക്രമീകരിച്ച് അടുത്ത നെറ്റും JRF-ഉം നേടിയെടുക്കണം എന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. അപ്പം ഈ അടുത്ത വരുന്ന ഡിസംബറിൽ വരുന്ന നെറ്റ് JRF എക്സാം നേടിയെടുക്കാനായിട്ട് ഈ ഒരു ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. കൂടാതെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെറ്റും JRF-ഉം ലക്ഷ്യമാക്കിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അടുത്ത നെറ്റ് അല്ലെങ്കിൽ മലയാളം JRF എക്സാം നമുക്ക് ഒരുമിച്ച് പഠിച്ച് നേടിയെടുക്കാം CC-യോടൊപ്പം. എല്ലാവർക്കും നന്ദി.